വിലാപയാത്ര ഇപ്പോൾ കരുവാറ്റയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഡാണാപ്പടി ഹരിപ്പാടൊക്കെ പിന്നിട്ട് കരുവാറ്റയിലേക്ക് വിലാപയാത്ര എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെയും കാണാം മുദ്രാവാക്യം മുഴക്കി ജനങ്ങൾ വി.എസ്. അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം നൽകുകയാണ്. എത്രയോ സമരങ്ങളുടെ ഭാഗമായൊക്കെ അദ്ദേഹം ഈ വഴികളിലൂടെ എത്ര തവണ കടന്നു പോയിട്ടുണ്ട്. ആ വഴിയിലേക്ക് അദ്ദേഹം അവസാനമായി എത്തുമ്പോൾ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാതിരിക്കാൻ കഴിയില്ല. ഒരാളെപ്പോലും അദ്ദേഹത്തെ അവസാനമായി കാണാതെ വിടില്ല എന്നുള്ളത് തന്നെയാണ്. ആ തരത്തിലേക്കാണ് ക്രമീകരണങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ഏറെ വൈകിയാണെങ്കിൽ പോലും അതനുസരിച്ച് സമയം മാറ്റിയാലും അത് ആ തരത്തിലേക്ക് തന്നെ ആകും മുമ്പോട്ട് പോവുക എന്നതാണ് അല്പസമയം മുൻപ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു സമയവും ഒന്നിനും തീരുമാനിക്കാൻ സാധിക്കുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്നതാണ്. 19 മണിക്കൂർ പിന്നിടുകയാണ് വിലാപയാത്ര ഇന്നലെ ആരംഭിച്ചിട്ട്. ആ വഴിയിൽ മുഴുവൻ നമ്മൾ കണ്ടത് ജനസമുദ്രത്തെയാണ്, ജനസാഗരത്തെയാണ്. കരുവാറ്റയിൽ വിലാപയാത്ര എത്തിച്ചേർന്നിരിക്കുന്നു. ടോബി ജോൺസൺ ഉണ്ട് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി. ടോബി, കരുവാറ്റയിൽ അവിടെയും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ജനസഹസ്രത്തെയാണ്. ഇനിയിപ്പോൾ അടുത്തത് തോട്ടപ്പള്ളിയാണ്. ഒരു സമയം എന്താണ്, എപ്പോൾ എത്തും എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ഇപ്പോൾ ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്കാണ്. നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട് അമ്പലപ്പുഴ എപ്പോൾ എത്തും, വണ്ടാനത്ത് എപ്പോഴെത്തും ഒക്കെ. പക്ഷെ അതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നില്ല, അല്ലേ? അനുജ, തീർച്ചയായിട്ടും ഒന്നും നിശ്ചയിച്ചതുപോലെ നടക്കുന്നില്ല. അതിനെല്ലാം അപ്പുറത്താണ്. കാരണം ഇതെല്ലാം നേതാക്കളുടെ കയ്യിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വഴുതിപ്പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്. ഈ നമ്മൾ വി.എസിന്റെ മൃതശരീരം കൊണ്ടുവരുന്ന വാഹനത്തിന് മുന്നിലുള്ള നേതാക്കന്മാർ, മുന്നിൽ സഞ്ചരിക്കുന്ന നേതാക്കന്മാർ കഴിയുന്നത്ര വാഹനം എത്രയും വേഗം ഈ ആലപ്പുഴയിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കുന്നില്ല. അതിനുള്ള കാരണം ഈ തടിച്ചുകൂടിയിരിക്കുന്ന ജനാവലി തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ വി.എസ് എന്ന് പറയുന്ന ആ ജനകീയ നേതാവിനെ, ആ പോരാളിയെ വാർത്തെടുത്ത മണ്ണാണ്. ആ മണ്ണിലേക്ക് വി.എസ് വരുമ്പോൾ ഒരു വിപ്ലവ സൂര്യൻ, ആ സൂര്യനെ കാണുന്നതിന് വേണ്ടി ആളുകൾ തടിച്ചുകൂടുന്നത് അത് സ്വാഭാവികമാണെന്ന് പോലും പറയാൻ സാധിക്കില്ല. അതിനപ്പുറം അവർ നെഞ്ചിലേറ്റിയ മനുഷ്യനാണ്, അവർ നെഞ്ചിലേറ്റിയ വിപ്ലവകാരിയാണ്, ഈ മണ്ണിൻ്റെ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് വി.എസിന്റെ പോരാട്ടങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം. പുന്നപ്ര സമരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന പോരാട്ടങ്ങളിലെല്ലാം തന്നെ കാലുറച്ചു നിന്നത് ഈ മണ്ണിലാണ്. ഈ മണ്ണിൽ നിന്നുമാണ് വി.എസ് എന്ന നേതാവ് ഒരു ജനകീയ നേതാവായി വളർന്നത്. അതുകൊണ്ട് തന്നെ എന്നും 2019 ഏറ്റവും അവസാനം ഇവിടെ നിന്നും വി.എസ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അതിനുശേഷം വി.എസ് ഇപ്പോൾ മടങ്ങിയെത്തുന്നു. അതായത് അവസാന യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തുമ്പോൾ അത് കാണാതിരിക്കാൻ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഒരു കുട്ടിയെയുമായി ഒരു സ്ത്രീ ഓടി ഈ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എത്രയെത്ര കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിറകണ്ണുകളോട് ഓടി വരുന്നവർ, റോസാ പുഷ്പങ്ങളുമായി വരുന്നവർ, നമ്മൾ ആ മുദ്രാവാക്യം വിളി എവിടെ ഏതൊരു പരിപാടിക്കും നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയപ്പോൾ വി.എസ് വന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മുദ്രാവാക്യം വിളി, അത് മാത്രമാണ് എവിടെയും മുഴങ്ങിക്കേൾക്കാൻ സാധിക്കുന്നത്. ആ വിളി ഇനി ഉണ്ടാകുമോ? ആ മുദ്രാവാക്യം വിളി ഇനി കണ്ണേ കരളെ വി.എസ് എന്നുള്ള ആ മുദ്രാവാക്യം വിളി ഇനി ഉണ്ടാകുമോ, ഇനി കേൾക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അവസാനം ഒരു വട്ടമെങ്കിലും ആ മുദ്രാവാക്യം വിളിച്ച് തങ്ങളുടെ നേതാവിനെ യാത്രയാക്കാനുള്ള അവരുടെ ഒരു ആവേശം, ആ ഒരു സ്നേഹം അവർ കാണിക്കുകയാണ്. കരുവാറ്റ ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുന്നു. കരുവാറ്റയിൽ നിന്നും മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ഹരിപ്പാടും കായംകുളത്തും എല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്തും എല്ലാം യാത്രയപ്പ് നമ്മൾ കണ്ടു. വി.എസിനെ ആ തിരുവനന്തപുരത്ത് നിന്നും അവിടുത്തെ ജനാവലി നൽകിയ യാത്രയപ്പ് നമ്മൾ കണ്ടു. കൊല്ലത്തെ ആളുകളുടെ യാത്രയപ്പ് നമ്മൾ കണ്ടു. അതിൻ്റെയൊക്കെ ഇരട്ടിയായി ആളുകൾ ഇവിടേക്ക് തടിച്ചുകൂടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വി.എസിനെ സ്നേഹിക്കുന്നവർ, വി.എസ് എന്ന് പറയുന്ന ആ നിലപാടിനെ സ്നേഹിക്കുന്നവർ, അതിനെ അംഗീകരിച്ചവർ, അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഒഴുകിയെത്തുന്നത്. ഈ ഹൈവേയുടെ, ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അതൊന്നും വകവെക്കാതെ ആ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ആളുകൾ തടിച്ചുകൂടി തങ്ങളുടെ ജനകീയ നേതാവിന് അന്ത്യയാത്ര നൽകുന്ന, അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനിയുള്ള ജംഗ്ഷനുകൾ, ഇനിയുള്ള പോയിന്റുകൾ, സ്വീകരണ പോയിന്റുകൾ അല്ലെങ്കിൽ അന്ത്യാഞ്ജലി നൽകാനുള്ള പോയിന്റുകൾ എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളുടെ ജനസഞ്ചയം അവിടേക്കൊക്കെ ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ താണ്ടാൻ. എന്നിരുന്നാൽ പോലും അത് എത്ര മണിക്കൂറുകൾ കൊണ്ട് അത് താണ്ടാൻ സാധിക്കുമെന്നുള്ളത് ഇപ്പോൾ ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല. അത്രത്തോളം ജനകീയനാണ്, അത്രത്തോളം ജനാവലിയാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. എന്തായാലും അടുത്ത ജംഗ്ഷനിലേക്കുള്ള യാത്രയാണ്. അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ കൂടുതൽ
കരുവാറ്റയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ്. അവിടെയെല്ലാം വഴിയുടെ ഈ വശങ്ങളിലേക്ക് സ്ത്രീകളും കുട്ടികളും പ്രായഭേദമന്യേ എല്ലാവരും ഓടി വീട്ടിൽ നിന്നും ഓടി ഇറങ്ങി വന്ന് ആ വഴിയോരത്ത് നിന്ന് ഒരു പൂ അതാണ് ആബാലവൃദ്ധം ജനങ്ങളെ നമ്മൾ ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും അതേ കാഴ്ചയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ആ പ്രദേശത്ത് ആ ഭാഗത്തൊക്കെ നിൽക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവിടെയെല്ലാം നിന്നുകൊണ്ട് കൈ ഉയർത്തി മുഷ്ടി ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന VS അച്യുതാനന്ദന്റെ പ്രിയപ്പെട്ട ജനത. ഏറ്റവും ഒടുവിലായി അദ്ദേഹം ജനത്തിനിടയിലൂടെ കടന്നു പോവുകയാണ്. എപ്പോഴും ജനമായിരുന്നു അദ്ദേഹത്തിന്റെ ഊർജം, ജനത്തിന്റെ ഊർജം VS അച്യുതാനന്ദനും. അങ്ങനെ പരസ്പര പൂരകങ്ങളായിരുന്നു അത്.